അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വരാനുള്ള കാരണം 2 ദിവസം മുമ്പ് ഞങ്ങളൊരു സിയാറത്തിന് പോയി. കാസർഗോഡ്, മാലിക് ദീനാർ, ബേക്കൽ കോട്ട, ബേക്കൽ ബീച്ച്, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ. അതിൽ ഞങ്ങളെ മക്കൾക്കൊരു എൻജോയ്മെൻറ്റ് വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ബേക്കൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ബേക്കൽ ബീച്ചിൽ ഞങ്ങൾ എത്തി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ വേടൻ്റെ പാട്ട് പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കുമെന്ന് ഞങ്ങൾ അറിയുകയും ആ സമയം തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയും ചെയ്തു. ഞങ്ങളെ മക്കൾക്ക് ബീച്ചിൽ പോകണം എന്നുള്ളത് വലിയൊരാഗ്രഹമായത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചിപ്പുറം വന്ന് പിന്നെ അവിടെ ഒരു ബീച്ചിൽ ഇറങ്ങുകയും ഞങ്ങളെ മക്കൾ നന്നായിട്ട് വെള്ളത്തിൽ കളിക്കുകയും തിരമാലയിൽ കളിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരുടെയും തലയിൽ മണ്ണ്, മുഖത്ത് മണ്ണ്, കഴുത്തിൽ മണ്ണ്, ശരീരം ആ സകലം ഉപ്പുവെള്ളവും മണലും കൊണ്ട് ആകെ ഒരു കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിൻ്റെ തൊട്ട് മുൻഭാഗത്ത് തന്നെ ഒരു അയ്യപ്പ ഭജന മഠമുണ്ട്. അവിടെ കുറേ സ്വാമിമാർ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടിക്കലർന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ മക്കൾ കളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങ് കയറി വരുമ്പോൾ മരിവാങ്ക് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു സ്വാമി ഉസ്താദുമാരെ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, കുട്ടികളെല്ലാം ആകെ ഉപ്പുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ നിന്നാൽ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മേല് നീറാൻ തുടങ്ങും, തലവേദന ആകും, അങ്ങനെ കുറേ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ മക്കളെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ആ സൈഡിൽ ബാത്റൂമുണ്ട്, അവിടെ പോയിട്ട് കുട്ടികളെല്ലാം കുളിച്ചോട്ടെ എന്ന് ഞങ്ങളോട് സമ്മതം ചോദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി അവരോടുള്ള ബഹുമാനത്തോടു കൂടി ഞങ്ങൾ എന്താക്കി, കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞയച്ച് അവിടെ കുട്ടികൾ കുളിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് അവർ ഷാമ്പു കൊടുക്കുന്നുണ്ട്, സോപ്പ് കൊടുക്കുന്നുണ്ട്, വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം കുട്ടികൾ തിരക്കായപ്പോൾ അവരെന്താക്കി, കുട്ടികളെ മേത്തിങ്ങനെ കുപ്പിങ്ങനെ അല്ല മറ്റേ ഓസ് ഇങ്ങനെ പിടിച്ചിട്ട് കുട്ടികളെങ്ങനെ കുളിപ്പിക്കുകയാണ്, എല്ലാവരും ഒപ്പം നിർത്തിയിട്ട്. അത്രയും സാഹോദര്യത്തോടു കൂടി അയ്യപ്പന്മാർ ഞങ്ങളോട് പെരുമാറി. ഇതാണ് യഥാർത്ഥ കേരളം. ഇതാണ് യഥാർത്ഥ കേരളത്തിലെ സാഹോദര്യവും മതസൗഹാർദ്ദവും. ഇങ്ങനെയാണ് വേണ്ടതും. പിന്നെ അതുപോലെ ഈ ഒരു മതം പറഞ്ഞുകൊണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ എന്താക്കാൻ പറ്റൂല, വേർതിരിക്കാൻ പറ്റൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു, ഉദാഹരണമായിരുന്നു 2 ദിവസം മുമ്പ് ഞങ്ങൾ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ആ ബീച്ചിൽ BJPൻ്റെ കൊടിയുണ്ട്, RSSൻ്റെ കൊടിയുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ബേജാറായിട്ടുണ്ടെങ്കിലും പക്ഷേ ആ അയ്യപ്പന്മാരുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് ഞങ്ങളെ ബേജാറെല്ലാം പമ്പ കടന്നു. ആ അയ്യപ്പ സഹോദരങ്ങൾക്ക് അല്ലാഹു തആല ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.